അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രയാങ്കിളിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. SSC പരീക്ഷകൾക്ക് നമുക്കറിയാം അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈ ഒരു ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാം. അപ്പോൾ മക്കളെ നമുക്ക് നോക്കാം. നമുക്കറിയാം ത്രികോണം, ട്രൈ ആംഗിൾ, 3 കോണുകളുള്ള ഒരു ഷേപ്പ്, ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്. 3 ഇപ്പോൾ ഇതിനെ നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ ABC. ഇവിടെ നമുക്കറിയാം 3 കോണുകളുണ്ടാകും, അതേപോലെ തന്നെ 3 വശങ്ങളും ഉണ്ടാകും അല്ലേ. അപ്പം ഈ കോണുകളെ ഒക്കെ ഇവിടെ 3 കോണുകളും അതുപോലെ 3 വശങ്ങളും ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള രൂപങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, ത്രികോണം എന്ന് പറയുക. സോ ഈ ട്രയാങ്കിൾ എന്ന വാക്ക് വന്നിരിക്കുന്നത് തന്നെ നമുക്കറിയാം ട്രൈ പ്ലസ് ആംഗിൾ എന്നുള്ളതിൽ നിന്നാണ്. അപ്പം 3 കോണുകൾ, ത്രികോണം, 3 എന്നാണല്ലോ. അപ്പോൾ ഇനി ഇതിൽ ഈ ABC എന്ന് പറയുന്നതിനെ നമ്മൾ വെർട്ടെക്സുകൾ എന്നാണ് വിളിക്കുക. വെർട്ടെക്സ് കോണുകൾ എന്ന് പറയുന്ന പോലെ Aയും Bയും Cയും നമ്മൾ എന്ത് വിളിക്കുക, വെർട്ടെക്സുകൾ എന്നാണ് വിളിക്കുക. ത്രികോണത്തിൻ്റെ വെർട്ടെക്സ് എന്ന് വിളിക്കും. എന്നാൽ ഇതിലെ വശങ്ങളുണ്ടല്ലോ, ഇപ്പം AB, അതേപോലെ BC, അതേപോലെ AC, ഇതിനെ നമ്മൾ സൈഡ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ വെർട്ടിസസ് എന്ന് വിളിക്കും. VERTICES, വെർട്ടിസസ് ഓർ സൈഡ്സ് എന്ന് നമ്മൾ വിളിക്കും. ഇനിയും ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ കോണിൻ്റെ പേര് പറയാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പം കോൺ A എന്ന് നമുക്ക് പറയാം, പക്ഷേ നമ്മൾ എന്ത് പറയും, ഇതിനെ നടുക്കാക്കി നമ്മൾ എന്ത് പറയും, കോൺ BAC എന്നും പറയും. കോൺ B എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ കോൺ ABC എന്ന് പറയും. അപ്പോൾ ഇവിടെ നടുക്കത്തെ ആ ഒരു ലെറ്റർ ആണ് കോണിനെ ഹൈലൈറ്റ്, അങ്ങനെയും നമുക്ക് പേര് പറയാം. ഇവിടെ പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം, ഇവിടെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇന്ന രീതിയിൽ തന്നെ എഴുതണം എന്നൊക്കെയുള്ള ഒരു കുറേ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഒക്കെയാണ്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കി, അത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ ആംഗിൾ A എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ആംഗിൾ BAC എന്ന് പറഞ്ഞോ, രണ്ടും തുല്യമാണ്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതെപ്പോഴും നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ആൻസർ ഏതാണെന്ന് നമ്മൾ അവിടെ മാർക്ക് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഇനിയും ഈ ത്രികോണവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമുക്ക് പറയാം. ഒരു ത്രികോണത്തിൻ്റെ സ്ഥിരമായിട്ട് SSC പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. SSC അല്ലെങ്കിൽ റെയിൽവേ പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 3 വശങ്ങൾ തന്നിട്ട് ഇതിലേതാണ് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളത് എന്ന് ചോദിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളോട് ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് 3, 4, 5, അതേപോലെ 4, 3, 8, ഇതിലേതാണ് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളത് ഏത്? അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് 2 ഓപ്ഷനുകളുണ്ട്. ഇത് ഓപ്ഷൻ A എന്നും ഇതിനെ ഓപ്ഷൻ B എന്നും വിളിച്ചാൽ ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? അപ്പം അവിടെ ഒരു റൂള് നിങ്ങൾ ഓർത്തിരിക്കണം. ചെറിയ 2 വശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ, ഇപ്പം ചെറിയ 2 വശങ്ങൾ 3ഉം 4ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 7. ഇവിടെ ചെറിയ 2 വശങ്ങൾ 4ഉം 3ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 7. ഈ ചെറിയ 2 വശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് വലിയ വശത്തിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ 3ഉം 4ഉം കൂടെ കൂട്ടി കിട്ടുന്ന 7 എന്ന് പറയുന്നത് 5നേക്കാൾ വലുതാണ്. സോ എല്ലാ അർത്ഥത്തിലും ഇതൊരു ട്രയാങ്കിൾ ആണ്, ട്രയാങ്കിൾ ആവാൻ സാധ്യതയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ നോക്കിക്കുക, 4ഉം 3ഉം 7 വലിയ വശമായ 8നേക്കാൾ ചെറുതാണ്. സോ ഇത് ഒരിക്കലും ഒരു ത്രികോണം ആവില്ല, ത്രികോണത്തിൻ്റെ വശങ്ങളാവില്ല. അപ്പോൾ പഠിക്കേണ്ട കാര്യം, ചെറിയ 2 വശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് വലിയ വശത്തേക്കാൾ കൂടുതലാണെങ്കിൽ അത് എന്താണ്, അതൊരു ട്രയാങ്കിൾ ആകാൻ സാധ്യതയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചെറിയ 2 സൈഡുകൾ തമ്മിൽ കൂട്ടുമ്പോൾ വലുതിനേക്കാൾ കൂടുതൽ കിട്ടണം, അങ്ങനെയാണെങ്കിലാണ് അതൊരു ത്രികോണം ആവുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാം. ട്രയാങ്കിളിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ത്രികോണങ്ങളെ. അതിൽ വശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ട്രയാങ്കിളിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സൈഡ്സ്. ഓൺ ദ ബേസിസ് ഓഫ് സൈഡ്സ് 3 എണ്ണം ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇപ്പോൾ അതുപോലെ നിങ്ങൾക്ക് തോന്നത്തില്ല, പക്ഷെ അങ്ങനെയാണ് കേട്ടോ. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഞാൻ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ തോന്നണമെന്നില്ല. അതായത് 3 വശങ്ങളും തുല്യമായിരിക്കും. 3 വശങ്ങളും 3 കോണുകളും തുല്യമാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇനി
രണ്ട് വശങ്ങൾ മാത്രം തുല്യമായിരിക്കും. ഇതൊന്നും ഇങ്ങനൊന്നും അല്ലടേ. ദാ ഇത് രണ്ടും തുല്യമായിരിക്കും, ഇത് തുല്യമായിരിക്കത്തില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ സൈഡിനെ എ എന്നും ഈ സൈഡിനെയും എ എന്നും ഇതിനെ ബി എന്നും വിളിക്കാം. ഇങ്ങനെയുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുക. ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതേപോലെ ഐസോസിലസ് ട്രയാങ്കിൾ, സമഭുജ ത്രികോണം, സമപാർശ്വ ത്രികോണം എന്നൊക്കെ പറയും മലയാളത്തിൽ. മറ്റേതാണ്, ഇനി ഒരു ട്രയാങ്കിൾ ഉണ്ട്, സ്കേലിയൻ ട്രയാങ്കിൾ. ഒരു സൈഡും ഈക്വൽ ആയിരിക്കത്തില്ല, ഒരു സൈഡും എന്തായിരിക്കത്തില്ല, ഈക്വൽ ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള ട്രയാങ്കിളിനാണ് നമ്മൾ സ്കെയിലിയൻ ട്രയാങ്കിൾ എന്ന് വിളിക്കുക. സ്കെയിലിയൻ ട്രയാങ്കിൾ. അപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ, അതുപോലെ സ്കെയിലിയൻ ട്രയാങ്കിൾ. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അടുത്ത ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾസ്. കോണുകളുടെ ബേസിൽ നമ്മൾ ട്രയാങ്കിളിനെ മൂന്നായിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. എന്താണ് ഈ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ, ഒരു ത്രികോണത്തിലെ 3 കോണുകളും 90 ഡിഗ്രിയേക്കാൾ ചെറുതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുക? അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. അതായത് 3 കോണുകളും 90 ഡിഗ്രിയിൽ കുറവാണ്. നമുക്ക് ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി അറിയാം. എന്താണ് ഈ ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ 3 കോണുകളും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 90 കിട്ടും. 180 കിട്ടും. അതാണ് ആംഗിൾ സം പ്രോപ്പർട്ടി. സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ കൂട്ടിയാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇവിടെ പറയുന്ന അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 3 ആംഗിളുകളും എന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ ചെറുതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. ഇനി രണ്ടാമത്തേതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ മട്ടത്രികോണം എന്നൊക്കെ വിളിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് റൈറ്റ് ആംഗിൾ ആയില്ല, ഇതും ആയില്ല. ഇത് കഷ്ടമാന്ന് പറയണേ. ഒരു ത്രികോണം വരയ്ക്കാൻ ഒക്കെ ഉണ്ടായിട്ട് ഞാൻ പെടുന്ന പെടാപ്പാട്. അതായത് റൈറ്റ് ആംഗിൾ ആണ് കേട്ടോ. മട്ട ത്രികോണം, ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കും, മറ്റേത് രണ്ടും കൂടെ കൂട്ടിയാൽ 90 കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള ത്രികോണത്തിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ. ഇനി മൂന്നാമത്തേതാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. എന്താ ഈ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ, ഒരു ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ഇല്ല, ഈ വലിയ ട്രയാങ്കിൾ ഇങ്ങനെയല്ല, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഏതർത്ഥത്തിൽ ട്രയാങ്കിളാണ് കേട്ടോ. ഇവിടുത്തെ ഒരു കോൺ ഒരു 135 ഡിഗ്രി ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെയാണ് ബാക്കിയെല്ലാം മൊത്തം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഒരു ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ വലുതാണെങ്കിൽ ഒബ്റ്റ്യൂസ്, എല്ലാ ആംഗിളും 90 ഡിഗ്രിയേക്കാൾ ചെറുതാണെങ്കിൽ അക്യൂട്ട്, ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ പറയുന്ന പേര് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഇതിന് ആമുഖമായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇനി ഇതിൽ നമ്മൾ അടുത്തത് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഏരിയയും പെരിമീറ്ററുമാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഞാനൊരു ചുവന്ന നൂലെടുത്ത് ഈ ട്രയാങ്കിളിൻ്റെ ഇങ്ങനെ അളന്ന് ഇതിന് ചുറ്റും നമ്മളിങ്ങനെ നൂല് ഓടിക്കുകയാണ്. എന്നിട്ട് ആ നൂല് നിവർത്തി നോക്കുകയാണ്. ആ നീളമാണ് ആ ത്രികോണത്തിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ്സ് എല്ലാം കൂടെ കൂട്ടുക. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഓൾ സൈഡ്സ് അല്ലേ? ഇപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സൈഡ് AB + BC + AC, അതാണ് പെരിമീറ്റർ എന്ന് പറയും. ഇനി ഏരിയ കണ്ടുപിടിക്കുന്നത്, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് 3 മാർഗങ്ങളാണ് ഉള്ളത്. 3 രീതിയിൽ നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഓർ ഓൾട്ടിറ്റ്യൂഡ്. ഹാഫ് BH ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. ഇനി രണ്ടാമത്തേത് നമുക്ക് ഹാഫ് ഇൻറ്റു AB സൈൻ തീറ്റ. ഇവിടെ സൈൻ തീറ്റ എന്ന് പറയുമ്പം ഈ എയ്ക്കും ബിക്കും ഇടയിൽ, 2 സൈഡുകളാണ് എയും ബിയും എങ്കിൽ ആ എയ്ക്കും ബിയുടെയും ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മളിവിടെ സൈൻ തീറ്റ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 60 ആണെങ്കിൽ സൈൻ 60 ഇൻറ്റു
എ ഇൻറ്റു ബി ബൈ 2. അപ്പോൾ അതാണ് അവിടെ വരുന്ന ഇക്വേഷൻ. ഇനി അടുത്തത് മൂന്നാമത്തേത് ഹിറോൺസ് ഫോർമുല. ഹിറോൺസ് ഫോർമുല നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ്? 3 വശങ്ങൾ തന്നിരുന്നാൽ നമ്മൾ ആദ്യം സെമി പെരിമീറ്റർ കണ്ടുപിടിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 2. എന്നിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പം ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചു, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ 3 രീതിയിലാണ് നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇത് ഇത്രയും പറഞ്ഞു. പിന്നെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക ഫോർമുലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. √3a²/4 എന്ന് പറയുന്ന ഫോർമുലയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ടൊന്ന് മനസ്സിലിരിക്കട്ടെ. സോ നമുക്കിനി ഓരോരോ ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ മുൻപിലുള്ള ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? ഇഫ് ദ ഹൈറ്റ് ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 12 സെൻറ്റിമീറ്റർ. ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ ആണ്. ദെൻ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ? അപ്പോൾ ഹൈറ്റ് 12 ആണ്. ഇതിൻ്റെ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് √3/2a എന്ന് പറയുന്ന സംഭവമാണ്. അതാണ് നമുക്ക് എത്ര കിട്ടിയേക്കുന്നത്? 12 കിട്ടിയേക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇതിന് ഇതപ്പുറത്തേക്ക് പോവുകയാണ് അല്ലേ? അപ്പോൾ 12 ഇൻറ്റു ഹരിക്കുക. ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പം 2 മുകളിൽ പോവും, √3 താഴെ വരും. ഇനി √3 അങ്ങ് കളയുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? താഴെയും മുകളിലും √3 കൊണ്ട് അങ്ങ് ഗുണിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? √3/√3 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 ഇൻറ്റു 2 ഇൻറ്റു √3 2√3 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു √3 എന്ന് പറയുമ്പോൾ 3 കിട്ടും. ഇത് കട്ട് ചെയ്ത് കളയുന്നു. നമുക്ക് എത്ര കിട്ടുന്നു? 4 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8 √3 എന്ന് കിട്ടുന്നു. അപ്പോൾ എ കിട്ടി. ഇനി എന്താ പ്രശ്നം? √3a²/4 അല്ലേ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? √3a²/4. അപ്പോൾ √3 ഇൻറ്റു എ എത്ര കിട്ടി? 8 √3യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. സോ √3 ഇൻറ്റു 8ൻ്റെ സ്ക്വയർ 64, √3യുടെ സ്ക്വയർ 3, 64നെ 3 കൊണ്ട് ഗുണിച്ചാൽ 192 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 48 എന്ന് കിട്ടും. സോ 48 √3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ ബി 48 √3. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹൂസ് സൈഡ്സ് മെഷേഴ്സ് 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ആൻഡ് 7 സെൻറ്റിമീറ്റർ? അപ്പോൾ സൈഡ് തന്നാൽ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സെമി പെരിമീറ്റർ കണ്ടുപിടിക്കണം, എസ് കണ്ടുപിടിക്കണം. എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 + 6 + 7 ഡിവൈഡഡ് ബൈ 2 അല്ലേ? 5 6 11 7 18, 18ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 9. ഇനിയിപ്പോൾ എന്താണ് ഇക്വേഷൻ? എന്താ? എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പം ഇസ് ഈക്വൽ ടു √9 ഇൻറ്റു എസ് മൈനസ് 9 മൈനസ് 5 എത്ര കിട്ടും? എസ് മൈനസ് എ ആണ് ഇവിടെ. എൻ്റെ 7 9 ഒക്കെ കണ്ട എൻ്റെ പൊന്നേ. അപ്പോൾ എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എത്ര? 5. സോ 9 - 5 4 ഇൻറ്റു എസ് മൈനസ് ബി. എസ് മൈനസ് ബി എന്ന് പറയുമ്പോൾ എസ് 9 ആണ്, 9 - 6 എത്ര കിട്ടും? 3. പിന്നെ എസ് മൈനസ് സി, എസ് 9 ആണ്, സി എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. 9 - 7 2. സോ നമുക്ക് എത്ര കിട്ടും? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാം. അല്ലാതെ വേണമെങ്കിൽ ഇത് ഇങ്ങനെയും ചെയ്യാം. 9 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 3 × 3 എന്ന് എഴുതാമല്ലോ. 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാം. 3നെ നമുക്ക് 3 എന്ന് തന്നെ എഴുതാം. പിന്നെ 2. അപ്പോൾ ഇവിടെ ജോഡിയാക്കാൻ പറ്റുന്ന ആരൊക്കെയാ? ഇതൊരു ജോഡിയായി, ഇതൊരു ജോഡിയായി. അപ്പം ഇതിന് റൂട്ട് അങ്ങ് മാറും. 3 × 3 അല്ല, 2 3-ന് പകരം ഒരു 3 എടുക്കുന്നു. 2 2-ന് പകരം ഒരു 2 എടുക്കുന്നു. ഇത് നിങ്ങൾക്ക് 2-നും എന്തില്ല? റൂട്ട് മാറത്തില്ല, കാരണം ഒറ്റയ്ക്ക് തന്നെ നിൽക്കുന്നത്. ജോഡിയാണെങ്കിൽ നമുക്ക് റൂട്ട് മാറ്റാം. അപ്പം ഇതിനെ 2-നെ റൂട്ടിനകത്ത് തന്നെ എഴുതണം. 3 × 2 6 അല്ലേ? അപ്പോൾ നമുക്ക് 6√6 എന്ന് കിട്ടും. പിന്നെ √6ൻ്റെ വാല്യൂയും കൂടി ഇട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? √6ൻ്റെ വാല്യൂയും കൂടി ഇട്ട് നമ്മൾ
മൾട്ടിപ്ലൈ റൂട്ട് 6ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.449 എന്ന് കിട്ടും. സോ 6 ഇൻറ്റു 2.4494 എന്ന് കിട്ടും. സോ അതിനെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 14.6969 എന്ന് കിട്ടും. സോ 14.6969. സോ ആൻസർ എത്ര കിട്ടി? ഓപ്ഷൻ ബി 14.6969. യെസ്, അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 3. So if one side of a triangle is 7 with its perimeter equal to 18 and the area is equal to root 108 ആണ്. Area is equal to root 108. Then find the other two sides. Okay. So നമ്മൾ one side of a triangle 7 with its perimeter equal to 18. അപ്പോൾ സൈഡ് തന്നിട്ടുണ്ട്, ഒരു സൈഡ് തന്നിട്ടുണ്ട്. സോ A is equal to 9. A is equal to 9. പിന്നെ നമുക്ക് എസ് കണ്ടുപിടിക്കാം, സെമി പെരിമീറ്റർ കണ്ടുപിടിക്കാം. കാരണം എന്താ? A+B+C/2 അല്ലേ? ഇവിടെ പെരിമീറ്റർ 18ആണ്. അപ്പോൾ സെമി പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 18/2 എത്ര കിട്ടും? 9 കിട്ടും. ഓക്കെ. സോ ഈ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സൈഡും കൂടെ കൂട്ടുന്നതല്ലേ? അതെ. സോ ഇതിൽ ഞാൻ 7 എന്ന് എഴുതി. 7 അല്ല, 9 ആയിരുന്നു കേട്ടോ. അല്ല, 9 അല്ല, 7 ആയിരുന്നു. സോ 18 is equal to എന്താണ്? 3 സൈഡൂടെ കൂട്ടുന്നതാണ്. 3 സൈഡ് എന്ന് പറയുമ്പോൾ 7 ആണ് ഫസ്റ്റ്. ഒരു സൈഡ് തന്നിട്ടുണ്ട് 7 എന്ന്. അടുത്ത 2 സൈഡ് നമുക്ക് അറിയത്തില്ല. 7 + B+C എന്ന് കിട്ടും. അപ്പോൾ ഞാൻ കാര്യം ചോദിക്കട്ടെ, നമുക്ക് അതിനകത്തിൽ നിന്ന് B+C കണ്ടുപിടിക്കാം. B+C എന്ന് പറയുമ്പോൾ ഈ 18ൽ നിന്ന് ഈ 7 ഇപ്പുറത്തോട്ട് വരുന്നു, മൈനസ് ആവുന്നു. 18ൽ നിന്ന് 7 കുറച്ച് എത്ര കിട്ടും മക്കളെ? 11 കിട്ടും. സോ B+C എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 11 എന്ന് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് ഏരിയ എത്ര? റൂട്ട് 108 is equal to root of ഏരിയ കണ്ടുപിടിക്കുന്നത് എന്താ? S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. സോ S എന്ന് പറഞ്ഞാൽ 9 ആണ്. S മൈനസ് A എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 9 ഇൻറ്റു 9 മൈനസ് A എന്ന് പറയുക 2 ഇൻറ്റു 9 മൈനസ് B, 9 മൈനസ് B, പിന്നെ 9 മൈനസ് C. കാരണം ബിയും സിയും നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. 108 is equal to root of 18 ഇൻറ്റു A മൈനസ് B ഇൻറ്റു A മൈനസ് C എന്ന് നമുക്ക് എഴുതാം. ഇനി വേണമെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഈ C എന്ന് പറയുന്നത് C is equal to വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? C is equal to 11 മൈനസ് B എന്ന് എഴുതാമല്ലോ. കാരണം B+C 11 ആണെങ്കിൽ C is equal to 11 മൈനസ് B. അപ്പോൾ ഈ സിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? സിക്ക് പകരം ഈ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ ചെയ്യാം. പക്ഷേ ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാൽക്കുലേഷൻ കുറച്ചുകൂടെ കോംപ്ലക്സ് ആവത്തേ ഉള്ളൂ. അപ്പോൾ അതിനേക്കാളും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ആൻസർ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം ബിയും സി ഇതാണോ നോക്കിയാൽ പോലും. ഇപ്പോൾ നിങ്ങൾ 3 8 എടുക്കുക. 8 3 11. സോ A is equal to 7 എന്ന് തന്നിട്ടുണ്ട്. B is equal to 3, C is equal to 8. സോ 7 3 10 8 18 നമുക്ക് കിട്ടി. ഇനി ബാക്കി വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നോക്കിയാൽ പോരെ? എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇത് ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് എത്ര കിട്ടുകയും ചെയ്യും? റൂട്ട് 108 കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എടുത്തത് കറക്റ്റാണ്. സോ ഓപ്ഷൻ എടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. കാരണം ആൻസർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, നമുക്ക് ഇത് കിട്ടുന്നുണ്ടോ എന്നൊന്നും കറക്റ്റ് നമ്മൾ ചെയ്തിട്ടാണോ, നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്തിട്ടാണോ ചെയ്യുന്നതെന്നൊന്നും ആരും നോക്കുന്നില്ലല്ലോ. സോ നമ്മൾ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമല്ലേ കമ്പ്യൂട്ടർ നോക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് ആ ഒരു രീതി നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. യെസ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പെരിമീറ്റർ ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ, അല്ലെ, പെരിമീറ്റർ ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ഇസ് 125 സെൻറ്റിമീറ്റർ. ഇഫ് ദ ബേസ് ഇസ് 33 സെൻറ്റിമീറ്റർ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഈക്വൽ സൈഡ്സ്. നമുക്കറിയാം പെരിമീറ്റർ ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ ആയിട്ട് മാറണേ, ഭാഗ്യം. സോ ഇത് രണ്ടും ഈക്വൽ ആണ്, ഇത് ഈക്വൽ അല്ല. സോ ഇത് രണ്ടും എ ആണെങ്കിൽ ഇത് ബി ആയിരിക്കും. സോ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? A + B ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 2A + B ആയിരിക്കും. ആ 2A + B തന്നിട്ടുണ്ട് 125 എന്ന്. അതിലെന്താണ്? ബേസ്, അതായത് തുല്യമല്ലാത്ത വശം. സോ 2A + ബേസ് എത്ര? 33 is equal to 125 എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ 2a എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഈ പ്ലസ് 33 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 33. 125-ന് 33 കുറച്ചാൽ 92 എന്ന് കിട്ടും. 2a 92 അപ്പോൾ a എത്ര? 92 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും മക്കളെ? 46. 46 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്, ഓപ്ഷൻ ഡി. സോ നമുക്കിത് പെട്ടെന്ന് ചെയ്യാം. അപ്പം ഈ ഒരു കാര്യം ഓർത്താൽ മതി. ഈ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 2 സൈഡ് ഈക്വൽ ആയിരിക്കും, ഒരു സൈഡ് ഈക്വൽ ആയിരിക്കത്തില്ല. അപ്പം 2 സൈഡ് ഈക്വൽ ആകുമ്പോൾ അതിനെ 2a ആയിട്ട് എടുക്കുക. സോ എയും പ്ലസ് ഈക്വൽ അല്ലാത്ത ബിയും കൂടെ കൂട്ടുമ്പോൾ 125. 2a പ്ലസ് ബി 125. അപ്പോൾ 2a അതിൽ നിന്ന് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് 92 കിട്ടും. എ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 46. എന്തുകൊണ്ടാണ് എ കണ്ടുപിടിച്ചത്? കാരണം ഇവിടെ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഈക്വൽ സൈഡ്സ്. ഈക്വൽ സൈഡ്സിനെ നമ്മൾ എ ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 46 എന്ന് ആൻസർ കിട്ടും. സോ അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. Question number 5. In an isosceles right angle triangle, the perimeter is 30 meter. Find its area. Approximate എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. ഓക്കെ, നമുക്ക് ഇതെന്താ പറഞ്ഞിരിക്കുക? അപ്പോൾ ഇതിൻ്റെ ഐസോസിലസ് ആണ്. അപ്പോൾ ഈ 2 സൈഡും ഈക്വൽ ആണ്. ഈ 2 സൈഡും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഈ സൈഡ് എ ആണെങ്കിൽ ഈ സൈഡും എ ആയിരിക്കും. പൈതഗോറസ് തിയറം അനുസരിച്ച് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. അപ്പോൾ ഹൈപ്പോട്ടനസ് എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 2a സ്ക്വയർ ആയിരിക്കുമല്ലോ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ. അപ്പോൾ ഹൈപ്പോട്ടനസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? √2a സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടനസിൻ്റെ എന്ത് കിട്ടും? √2 എന്ന് പറയുമ്പോൾ നമുക്ക് √2a സ്ക്വയറിൻ്റെ റൂട്ട് എ എന്ന് കിട്ടും. സോ √2a എന്ന് നമുക്ക് കിട്ടും. √2a എന്ന് നമുക്ക് കിട്ടും. ഇനി എന്താ? ഇനി അപ്പോൾ നമുക്ക് ഇത് കിട്ടി. എന്താണ്? √2a എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം പെരിമീറ്റർ 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്തോ 3 സൈഡൂടെ കൂട്ടുന്നതല്ലേ? ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? a പ്ലസ് 2a √2a ഈസ് ഈക്വൽ ടു 30. അപ്പോൾ നമുക്ക് 2a പ്ലസ് √2a ഈസ് ഈക്വൽ ടു 30 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് രണ്ടിടത്തുനിന്ന് എ കോമൺ ആയിട്ട് ഇങ്ങനെ പുറത്തെടുത്തിട്ട് a ഇൻറ്റു 2 പ്ലസ് √2 എന്ന് എഴുതാമല്ലോ ഈസ് ഈക്വൽ ടു 30. സോ a ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 2 പ്ലസ് √2 എന്ന് എഴുതാം. അപ്പോൾ അത്രയും നമ്മൾ എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ എ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ a ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 2 പ്ലസ് √2 ഇൻറ്റു ശ്രദ്ധിക്കണേ ഇൻറ്റു 2 മൈനസ് √2 ഡിവൈഡഡ് ബൈ 2 മൈനസ് √2. അതെന്താ? കാരണം ഇത് ഒരേ സംഖ്യയല്ലേ, ഇതുകൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 2 മൈനസ് √2 ഡിവൈഡഡ് ബൈ 2 മൈനസ് √2 1 കിട്ടും. അപ്പോൾ നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്തില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊരു ഗുണമുണ്ട്. എന്താ? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടോട്ട് നോക്കിക്കേ, a പ്ലസ് ബി എ മൈനസ് ബി അല്ലേ? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തത് കൊണ്ട് എനിക്കിതിനെ ഇപ്പോൾ എങ്ങനെ മാറ്റി എഴുതാം? a ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 2 മൈനസ് √2 ഡിവൈഡഡ് ബൈ 2ൻ്റെ സ്ക്വയർ 4, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? സോ 2ൻ്റെ സ്ക്വയർ മൈനസ് √2ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ എത്ര തന്നെയാണ്? 4 ആണ്. √2ൻ്റെ സ്ക്വയർ എത്ര തന്നെയാണ്? 2 തന്നെയാണ്. സോ 4 മൈനസ് 2 എത്ര കിട്ടും? 2 എന്ന് കിട്ടും. സോ ഈ 2 ഇതിനെ കട്ട് ചെയ്ത് കളയുമ്പോൾ എനിക്ക് 15 എന്ന് കിട്ടും. സോ എനിക്ക് എന്തെഴുതാം? 15 ഇൻറ്റു 2 മൈനസ് √2 എന്ന് എഴുതാം. 15 ഇൻറ്റു 2 മൈനസ് √2 എന്ന് എഴുതാം. സോ എ കിട്ടി. എ ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു 2 മൈനസ് √2 എന്ന് എനിക്ക് കിട്ടി. സോ എനിക്ക് ഇവിടെ എയുടെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി എന്താ വേണ്ടേ? ഫൈൻഡ് ദി ഏരിയ. എങ്ങനെ കണ്ടുപിടിക്കുക? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു എച്ച്. ഇവിടെ ബേസ് എന്ന് പറയുന്നതും എന്ത് തന്നെ ആയിരിക്കും? 15 മൈനസ് 2 √2 ആയിരിക്കും. 15 ഇൻറ്റു 2 മൈനസ് √2 ആയിരിക്കും.
ഹൈറ്റ് എന്ന് പറയുന്നതും 15 ഇൻറ്റു 2 മൈനസ് റൂട്ട് 2 ആയിരിക്കും. സോ 15 ഇൻറ്റു 2 മൈനസ് റൂട്ട് 2ൻ്റെ സ്ക്വയർ അല്ലേ. സോ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 1/2 ഇൻറ്റു 15ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 225 പ്ലസ് പിന്നെ ഇത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അത് നമ്മൾ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ വെച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് എത്ര കിട്ടും? 4 പ്ലസ് 2 മൈനസ് 4 റൂട്ട് 2 എന്ന് കിട്ടും. പിന്നെ നമ്മൾ റൂട്ട് 2ൻ്റെ വാല്യൂ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 38.626 എന്ന് കിട്ടും. 38.626. സോ അത് അപ്രോക്സിമേറ്റ്ലി എടുക്കുമ്പോൾ നമുക്ക് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള 38.63 എന്ന് കിട്ടും. 38.63 എന്ന് കിട്ടും. 38.63. ഓക്കെ, സോ അത് നമുക്ക് കിട്ടി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം എന്താ? ദ പെരിമീറ്റർ ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ഇസ് 90 centimeter. Perimeter of an isosceles triangle is 90 centimeter. If the base is 26 centimeter, then find the length of equal sides. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. പെരിമീറ്റർ ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ 90. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഐസോസിലസ് ട്രയാങ്കിൾ ആകുമ്പോൾ രണ്ട് സൈഡ് തുല്യമായിരിക്കും. സോ a പ്ലസ് ബി എന്ന് പറയുന്നതായിരിക്കും എത്ര? 90. അപ്പം a പ്ലസ് എന്ന് പറയുമ്പോൾ 2a പ്ലസ് ബി എന്ന് പറയുന്നതായിരിക്കും മക്കളെ എത്ര? 90. ഇതിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇഫ് ദ ബേസ് ഇസ് 26 centimeter. സോ 2a പ്ലസ് 26 ഈസ് ഈക്വൽ ടു 90. സോ 2a എന്ന് പറയുമ്പോൾ ഈ 26 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 90 മൈനസ് 26 എത്ര കിട്ടും? 64. സോ a ഈസ് ഈക്വൽ ടു 64 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടുന്നു? 32. സോ ഓപ്ഷൻ ബി 32 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. The area of an isosceles right angle triangle. Isosceles right angle triangle is 121 centimeter square. So area of an isosceles right angle triangle. Isosceles right triangle ന്റെ ഏരിയ, റൈറ്റ് ആംഗിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഏത് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഹാഫ് ഇൻറ്റു ബി എച്ച് ഈസ് ഈക്വൽ ടു 121. സോ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ നോക്കിക്കേ, ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ ഈ സൈഡ് ഈക്വൽ ആയിരിക്കത്തില്ലേ? സോ ബേസും ഹൈറ്റും എന്ത് തന്നെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് എത്ര? ബേസ് എന്ന് പറയുന്നതും ഹൈറ്റ് എന്ന് പറയുന്നതും എത്ര തന്നെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ 1/2 ഇൻറ്റു എ സ്ക്വയർ. കാരണം എന്താ? ഇത് എ ആണെങ്കിൽ ഇതും എ ആണ്. സോ ബേസ് ഇൻറ്റു 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസും എ ആണ്, ഹൈറ്റും എ ആണ്. സോ എ ഇൻറ്റു എ സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുന്നത് 121 ആണെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഇവിടെ ഹരിച്ചിരിക്കുന്ന അപ്പുറത്ത് ഗുണിക്കുന്നു. അപ്പോൾ എത്ര കിട്ടും? 121ൻ്റെ ഇരട്ടി 242 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എ സ്ക്വയർ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? റൂട്ട് ഓഫ് 242. 242ൻ്റെ റൂട്ട്. ഇനി 242 റൂട്ട് എടുക്കാൻ അറിയത്തില്ലെങ്കിൽ അതിനെ ഫാക്ടറൈസ് ചെയ്യണം. 242 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 121. 121നെ 11 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 11 തന്നെ കിട്ടും ഇവിടെ വന്നു. അപ്പോൾ 11 2 പ്രാവശ്യം ഉള്ളതുകൊണ്ട് നമ്മൾ 11 ഇവിടെ എഴുതുന്നു. പിന്നെ ഈ 2 ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അതിനെ റൂട്ടിൽ എഴുതുന്നു. സോ 11√2 എന്ന് കിട്ടുന്നു. എന്താ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ഇറ്റ്സ് ഹൈപ്പോട്ടനസ്. അപ്പോൾ ബേസും ഓൾട്ടിറ്റ്യൂഡും എ എന്ന് പറയുന്നത് എന്താണ്? രണ്ടും 11√2 ആണ്. പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ, അതായത് 11√2 സ്ക്വയർ പ്ലസ് 11√2 സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. സോ 11ൻ്റെ സ്ക്വയർ 121 ഇൻറ്റു 2 242 പ്ലസ് ഇവിടെയും അതുപോലെ തന്നെ 11ൻ്റെ സ്ക്വയർ 121 ഇൻറ്റു 2 242. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 484 എന്ന് കിട്ടുന്നു അല്ലേ? 484. സോ എച്ച് സ്ക്വയർ ആണ് 484 എന്ന് കിട്ടിയത്. നമുക്ക് വേണ്ടത് എച്ച് ആണ്. എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 484 വിച്ച് ഈസ് ഈക്വൽ ടു 22. സോ 22 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ സി ഓപ്ഷൻ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. If the three sides of a triangle are 11 cm, 12 cm and 13 cm, then what is the area of the given triangle? അപ്പം 3 സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. എയും ബിയും സിയും തന്നിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമുക്കിതിൻ്റെ സെമി പെരിമീറ്റർ എസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എസ് ഈസ് ഈക്വൽ ടു 11 പ്ലസ് 12 പ്ലസ് 13 ഡിവൈഡഡ് ബൈ
2 ആണ്. 11 + 12 + 13 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 36 വരും. 36ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 എന്ന് കിട്ടും. സോ സെമി പെരിമീറ്റർ എസ് നമുക്ക് എത്ര കിട്ടി? 18 എന്ന് കിട്ടി. സോ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ നേരിട്ട് കണ്ടുപിടിക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പോൾ റൂട്ട് ഓഫ് എസ് എന്ന് പറയുമ്പോൾ 18, എസ് മൈനസ് എ എന്ന് പറയുമ്പം എത്ര കിട്ടും? എസ് മൈനസ് എ 18 മൈനസ് 11 എത്ര കിട്ടും? നമുക്ക് 7 എന്ന് കിട്ടും. പിന്നീട് 18 മൈനസ് 12 6 എന്ന് കിട്ടും. 18 മൈനസ് 13 5 എന്ന് കിട്ടുന്നു. സോ റൂട്ട് ഓഫ്, ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എഴുതാം. 18നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 2 എന്ന് എഴുതാം. 7നെ നമുക്ക് 7 എന്ന് തന്നെ എഴുതാം. 6നെ നമുക്ക് 3 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇതിനെ 5 എന്ന് എഴുതാം. സോ 9നെ വേണമെങ്കിൽ വീണ്ടും നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? 9നെ വേണമെങ്കിൽ നമുക്ക് 3 ഇൻറ്റു 3 എന്ന് എഴുതാം. 2നെ അതേപോലെ എഴുതാം. 7 അതുപോലെ എഴുതാം. 3 2 5. അപ്പോൾ ഇവിടെ ജോഡിയാക്കാൻ പറ്റുന്നത് 3നെ പറ്റും, പിന്നെ 2നെ പറ്റും, പിന്നെ വേറെ ഒന്നിനും പറ്റത്തില്ല. 7 3 5 ഒറ്റയ്ക്ക് തന്നെ നിൽക്കും. സോ ജോഡിയാക്കാൻ പറ്റും 2 3-ന് വരെ ഒരു 3 എഴുതും, 2 2-ന് വരെ ഒരു 2 എഴുതും, ബാക്കി എല്ലാത്തിനും റൂട്ടിനകത്തിൽ എഴുതും. ബാക്കി എല്ലാത്തിനും പറയുമ്പോൾ 3 ഉണ്ട്, 7 ഉണ്ട്, 5 ഉണ്ട്. 3 ഇൻറ്റു 7 ഇൻറ്റു 5 അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 2 6, റൂട്ട് 7, 5 ഇൻറ്റു 3 15 ഇൻറ്റു 7 105. സോ 6 റൂട്ട് 105 എന്ന് കിട്ടും. സോ 6 റൂട്ട് 105. യെസ്, ഓപ്ഷൻ ഡി ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. എ ട്രയാങ്കിൾ ഹാസ് സൈഡ്സ് ഓഫ് 25, 39, 34 യൂണിറ്റ്സ്. ഇഫ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ എക്സീഡ്സ് ദി ഏരിയ ഓഫ് ഇറ്റ്സ് ട്രയാങ്കിൾ ബൈ 21 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ 3 സൈഡ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താ? ഇഫ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ എക്സീഡ്സ് ദി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ബൈ 21. ഏരിയ ഓഫ് ദ സ്ക്വയർ എക്സീഡ്സ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ബൈ 20. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനേക്കാൾ 21 കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് സെമി പെരിമീറ്റർ വേണം. സെമി പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 25 + 39 + 34 ഹോൾ ഡിവൈഡഡ് ബൈ 2. എത്ര കിട്ടും? 98. 98ൻ്റെ പകുതി എത്ര കിട്ടും? നമുക്ക് 49 എന്ന് കിട്ടും. 49. സോ ഇവിടെ നമ്മൾ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 49 ആണ്. എസ് മൈനസ് എ എന്ന് പറയുമ്പോൾ ഇവിടെ ഒറ്റയടിക്കാൻ എഴുതാം. എസ് മൈനസ് എ എന്ന് പറയുമ്പോൾ 49 മൈനസ് 25 എത്ര കിട്ടും? 24 എന്ന് കിട്ടും. പിന്നെ 49 മൈനസ് 39 എത്ര കിട്ടും? 10 എന്ന് കിട്ടും. പിന്നെ 49 മൈനസ് 34 എത്ര കിട്ടും? 15 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും ഇതേപോലെ എഴുതാം. 7 ഇൻറ്റു 7 എന്ന് എഴുതാം. ഇതിനെ 6 ഇൻറ്റു 4 എന്ന് എഴുതാം. ഇതിനെ 5 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇതിനെ 5 ഇൻറ്റു 3 എന്ന് എഴുതാം. പിന്നെ വേണമെങ്കിൽ വീണ്ടും എഴുതാം. 7 ഇൻറ്റു 7. 6നെ നമുക്ക് 3 ഇൻറ്റു 2 എന്ന് എഴുതാം. 2നെ നമുക്ക് 2 ഇൻറ്റു 2 എന്ന് എഴുതാം. 5നെ 5 ഇൻറ്റു 2 എഴുതാം. അതുപോലെ 5 ഇൻറ്റു 3 എഴുതാം. ഇനി നമുക്ക് ഇതിനെ ജോഡിയാക്കണം. ജോഡിയാക്കുമ്പോൾ 7 2 ഉണ്ട്, 3 2 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ 2 7-ന് റൂട്ട് കളയുന്നു. 2 7-ന് പകരം ഒരു 7 എടുക്കാം. 2 2-ന് വരെ ഒരു 2 എടുക്കാം. 2 3-ന് വരെ ഒരു 3 എടുക്കാം. 2 5-ന് വരെ ഒരു 3 എടുക്കാം. സോ അല്ല, ഇവിടെ 2ൻ്റെ 2 ജോഡിയുണ്ട്. അപ്പം ഒരു 2 കൂടെ എക്സ്ട്രാ വരും. അപ്പോൾ 7 ഇൻറ്റു 2 14, 14 2 10, 30, 30 ഇൻറ്റു 6 അല്ല 5 ഇൻറ്റു 2 10, 10 ഇൻറ്റു 3 30, 30 ഇൻറ്റു 2 60, 60 ഇൻറ്റു 7 7 6 42, 420 എന്ന് നമുക്ക് എടുക്കാം. 420. അപ്പോൾ എന്ത് കിട്ടി? ട്രയാങ്കിളിൻ്റെ ഏരിയ 420 എന്ന് കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്താ? സ്ക്വയറിൻ്റെ ഏരിയ അതിനേക്കാൾ 21 കൂടുതലാണ്. അപ്പോൾ 420 ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ, അതിനേക്കാൾ 21 കൂടുതലാണ്. അപ്പോൾ 441 ആണ് എന്തിൻ്റെ ഏരിയ? സ്ക്വയറിൻ്റെ ഏരിയ. കണ്ടുപിടിക്കേണ്ട സ്ക്വയറിൻ്റെ ഏരിയ അല്ല, സൈഡ് ഓഫ് സ്ക്വയർ. ഏരിയ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ആണ്. എ സ്ക്വയർ ആണ് 441 കിട്ടിയത്. സോ എ എന്ന് പറയുമ്പോൾ എത്രയാണ്? റൂട്ട് ഓഫ് 441. എത്ര കിട്ടുന്നു? 21. 21. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 10. യെസ്, ഫൈൻഡ് ദി ഏരിയ ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ.
whose side is 12 centimeter. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. √3 a² by 4. അപ്പോൾ √3 ഇൻറ്റു 12² ഡിവൈഡഡ് ബൈ 4. അപ്പോൾ √3 ഇൻറ്റു 12 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 4. 3 പ്രാവശ്യം 12 ഇൻറ്റു 36. സോ 36√3 എന്ന് കിട്ടും. 36√3 ഓപ്ഷൻ ഡി. 36√3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. വാട്ട് ഈസ് ദ ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ അപ് ടു 1 place of decimal of an equilateral triangle field of 8.5 centimeter, 8.5 meter. അപ്പം ഇത് ഇതേപോലെ തന്നെയാണ് √3 by 4 a². അപ്പോൾ √3 a² by 4. അപ്പോൾ √3 ഇൻറ്റു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫീൽഡ് ഓഫ് സൈഡ് 8.5 അല്ലേ. 8.5നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 8.5നെ നമുക്ക് വേണമെങ്കിൽ 17/2 the whole square എന്നൊക്കെ എഴുതാം, ഡിവൈഡഡ് ബൈ 4. അപ്പോൾ √3 ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ 4 the whole ഡിവൈഡഡ് ബൈ 4. അപ്പം അങ്ങനെ ഇത് സോൾവ് ചെയ്ത് എടുത്താൽ മതി. സോൾവ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? ഓപ്ഷൻ ബി 18.1 √3 എന്ന് ആൻസർ കിട്ടും. 18.1 √3. യെസ്. സോ അപ്പം 11 ചോദ്യങ്ങളാണെന്ന് തോന്നുന്നു. യെസ്, 11 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പോൾ ഈ 11 ചോദ്യങ്ങൾ ഒന്നും ആവുന്നില്ല, കാരണം ഇതിൽ ഒരുപാട് ട്രയാങ്കിളിന് ഒരു പ്രത്യേകതയുണ്ട്. ട്രയാങ്കിൾ നമുക്ക് മെൻസുറേഷനിലും പഠിക്കാനുണ്ട്, അതുപോലെ ജോമെട്രിയിൽ കുറച്ചുകൂടെ ഈ ഷേപ്പുകൾ തന്നിട്ടുള്ള ട്രയാങ്കിൾ തന്നിട്ട് അതിലെ ഏരിയയും അതിൻ്റെ സൈഡിൻ്റെ ലെങ്തും ആംഗിളും ഒക്കെ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഏരിയ ആണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് തുടങ്ങി വെക്കുന്നതാണ്. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നന്നായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തോളുക. കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് കണ്ടെത്തി സ്വയമേ ചെയ്യുക. നമ്മുടെ ആപ്ലിക്കേഷനിലൊക്കെ ധാരാളം ചോദ്യങ്ങളുണ്ട്. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ കുറേ അധികം ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. സോ അത് കണ്ടെത്തി ചെയ്യുക. അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. സോ ബാക്കി നമുക്ക് അടുത്ത ദിവസം. താങ്ക് യു സോ മച്ച്.